and welcome back to my YouTube channel. In this video, a travel vlog. I'm so excited to say that we are going to New York today. Canada വന്നപ്പോൾ തൊട്ട് ഉള്ളൊരു ആഗ്രഹമാണ് ന്യൂയോർക്കിൽ പോകണം എന്നുള്ളത്. കാരണം വാലിഡ് കനേഡിയൻ വിസ ഉള്ള സമയത്ത് നമുക്ക് US വിസ കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പം ഞാൻ US വിസ അപ്ലൈ ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നൊരു 1 year കൂടുതലായി. പക്ഷേ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഫൈനലി നമ്മൾ പോകാൻ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ the most exciting part is that we are doing a road trip. നമ്മൾ ഇവിടുന്ന് ഡ്രൈവ് ചെയ്തിട്ടാണ് ന്യൂയോർക്കിലോട്ട് പോകുന്നത്. അറൗണ്ട് 11-12 hours ഡ്രൈവ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിപ്പോൾ നമ്മൾ വൈകിട്ട് ഇറങ്ങുന്നത്. ഇറ്റ്സ് ആക്ച്വലി തേഴ്സ്ഡേ ടുഡേ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് ഓഫീസിൽ പോവാം. ഓഫീസിൽ പോയിട്ട് പിന്നെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട് നെയിൽസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്നും കൂടെ ഒന്ന് റീപാക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം ഇത്ര എക്സൈറ്റഡ് ആണെന്ന് വെച്ചാൽ ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് നാട്ടിൽ പോവാണ്. ഇപ്പോൾ അറൗണ്ട് എനിക്ക് തോന്നുന്നു 2 years മണ്ടയ്ക്കായി ഞാൻ നാട്ടിൽ പോയിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ പോവാം. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് ന്യൂയോർക്ക് പോയിട്ട് അവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നെക്സ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കാമെന്ന് പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ വീട്ടിൽ നിൽക്കുന്ന 2 പേരും അടുത്ത് പറഞ്ഞു ഓക്കെ അവരും വരുന്നുണ്ട്. അപ്പോൾ വി ആക്ച്വലി ഒരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. പിന്നെ അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ട്. സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവർ തിരിച്ചു പോരും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫൈനലി ന്യൂയോർക്കിൽ പോകാമെന്ന് തീരുമാനിച്ചതും അത് റോഡ് ട്രിപ്പ് ആക്കാമെന്ന് വിചാരിച്ചത് ഇവരും കൂടെ ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ 8 മണി കഴിഞ്ഞു. എനിക്ക് 9 മണിയാകുമ്പം ഓഫീസിലെത്തണം. അപ്പോൾ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. പ്ലീസ് ഇഗ്നോർ മൈ ക്ലീൻ അല്ലാത്ത മിറർ. ആക്ച്വലി നല്ല വെതറായിരുന്നു. ആൻഡ് ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന വീട്. അങ്ങനെ ഓഫീസിലെത്തി. എക്സൈറ്റ്മെൻ്റ് കൊണ്ടാണെന്ന് അറിയില്ല, സമയം പോയത് അറിഞ്ഞ പോലെയില്ല. വർക്കൊക്കെ ഷടപടയെന്ന് തീർന്നു. 1 month നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് കൊളീഗ്സിൻ്റെ ഒക്കെ അടുത്ത് ബൈ പറഞ്ഞ് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 5 മണിയായി. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. എനിക്കിപ്പോൾ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വീട്ടിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ല ലേറ്റായി. നമുക്ക് ശരിക്കും രാത്രി 10 മണിയാകുമ്പോൾ ഇറങ്ങണം. ഇപ്പം തന്നെ 7:15 ഇനി ചെന്നിട്ട് ഒന്നും കൂടെ എല്ലാം ഫൈനൽ പാക്കിംഗ് എല്ലാം ഒന്ന് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അങ്ങനെ ഓടി നടന്ന് ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പൊ നമ്മള് ഏകദേശം എല്ലാം സെറ്റായും തോന്നുന്നു. കുറെ ലഗേജ് ഉള്ളതുകൊണ്ട് ചേച്ചി ഇച്ചിരി ടൈറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നമുക്ക് 12 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് മൊത്തം. കഴിഞ്ഞു ഗൈസ്. ഡ്രൈവർ സ്വിച്ച് ചെയ്ത് ഇപ്പം രേവൽ ചേച്ചിയാ വണ്ടി ഓടിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോവാ. നമ്മളിപ്പോൾ നമുക്ക് ടോട്ടൽ 11 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. ഇനിയിപ്പം 5 മണിക്കൂർ
ഇവിടുന്ന് 2 hours ഡ്രൈവ് ഉള്ളൂ ന്യൂയോർക്കിലോട്ട്. അപ്പം നമ്മൾ ഓൺ ദ വേ, ഇപ്പം നമ്മൾ ഇന്നലെ രാത്രി 10 മണിക്ക് ഇറങ്ങിയതല്ലേ, അപ്പം നമുക്കൊന്ന് ജസ്റ്റ് കുളിക്കാനും ബ്രഷ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ലൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോപ്പ് ഉണ്ട്. ഒരു പെട്രോൾ സ്റ്റേഷനും പിന്നെ ഇവിടെ കുറച്ച് കടയും ഡങ്കിൻ ഡോണറ്റ്സ് ഉണ്ട്, സബ്വേ ഉണ്ട്, പിന്നെ ലൗസ് എന്ന് പറഞ്ഞൊരു കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്. അതിനകത്ത് ഷവറൊക്കെ അവൈലബിൾ. അപ്പം നമ്മൾ അവിടെ പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇപ്പോൾ കാറിൽ വന്നു. നമുക്കിനി 1 hour 15 minutes ഉണ്ട് ഡ്രൈവ്. ഇപ്പൊ ബാജു ചേട്ടൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി, ആകാശ് പാസഞ്ചർ സീറ്റിൽ, ഞങ്ങളും ഞങ്ങളുടെ ബാഗും പെട്ടിയും. ഇന്നലെ നമ്മൾ രാത്രി ഇറങ്ങിയല്ല, അപ്പം എല്ലാവരും നല്ല ടയേർഡായിരുന്നു. 2 മണിക്കൂർ വെച്ചൊക്കെ ചെറുതായിട്ട് ഉറങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കയറി ഫ്രഷായി ഇപ്പം ഇറങ്ങി. അവിടെ ഞങ്ങൾ മേക്കപ്പ് ചെയ്യാൻ നിന്നില്ല, കണ്ടിട്ട് ഇപ്പോൾ ഒരു ഹോംലെസ് ലുക്ക് ഉണ്ട് രണ്ടുപേര്. അപ്പോൾ നമ്മളിനി കാറിൽ ഇരുന്ന് നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. ചെയ്തിട്ട് വേണം നമ്മൾ മേക്കപ്പ് ചെയ്യാൻ. സ്കിൻ ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ 11 hours ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി ന്യൂയോർക്ക് എത്തി. ബ്രൂക്ലിൻ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഡൗൺ ടൗണിലൊക്കെ ഒന്ന് നടക്കാനിറങ്ങി. അവിടുന്ന് പിന്നെ നല്ല ടയേർഡ് ആയിരുന്നുകൊണ്ട് നേരെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്തു പോയി.